ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വെസ്പർ സർവീസിലേക്ക് ഞാൻ ഇവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 959 പാട്ട് പാടാം. 959. എൻ്റെ നാട്ടിൽ എന്നു ചേരും, എൻ്റെ വീട്ടിൽ അണയുവേ, യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. രോഗദുഃഖ സങ്കടങ്ങളൊന്നുമില്ലായേ, സൗഖ്യത്തോടെ എന്നും വാഴാമെന്തോരാനന്ദം. രോഗദുഃഖ സങ്കടങ്ങളൊന്നുമില്ലായേ, സൗഖ്യത്തോടെ എന്നും വാഴാമെന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. നഷ്ടം കഷ്ടം വ്യാകുലങ്ങളൊന്നുമില്ലായേ, നഷ്ടപ്പെട ഭാഗ്യമുണ്ട് എന്തോരാനന്ദം. നഷ്ടം കഷ്ടം വ്യാകുലങ്ങളൊന്നുമില്ലായേ, നഷ്ടപ്പെട ഭാഗ്യമുണ്ട് എന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ദൂഷണങ്ങളെ ക്ഷണികളൊന്നുമില്ലായേ, ദുഷ്ടരില്ല എല്ലാം നല്ലോരെന്തോരാനന്ദം. ദൂഷണങ്ങളെ ക്ഷണികളൊന്നുമില്ലായേ, ദുഷ്ടരില്ല എല്ലാം നല്ലോരെന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. യോഗ്യതകളൊന്നുമില്ലായേ, യോഗ്യരായ ഭക്തർക്കെല്ലാം എന്തോരാനന്ദം. യോഗ്യതകളൊന്നുമില്ലായേ, യോഗ്യരായ ഭക്തർക്കെല്ലാം എന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. പ്രതികാരം പ്രതിഷേധമൊന്നുമില്ലായേ, പ്രതിഫലം പ്രാപിച്ചവർക്കെന്തോരാനന്ദം. പ്രതികാരം പ്രതിഷേധമൊന്നുമില്ലായേ, പ്രതിഫലം പ്രാപിച്ചവർക്കെന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. അടുത്തതായി പാട്ടുപുസ്തകത്തിലെ 958 പാട്ട് പാടാം. 958. എന്നെ ചേർപ്പാൻ വന്നവനേ, നിന്റെ സ്നേഹത്തെ വിട്ടോടി ഞാൻ, നിന്നിൽ ആശ്വാസമുണ്ടാകിലും നിറഞ്ഞോടി ഞാനീ ധരയിൽ. നിന്നിൽ ആശ്വാസമുണ്ടാകിലും നിറഞ്ഞോടി
ശാശ്വതമല്ലെന്നോതിയിട്ടും കല്ലുപോലുള്ള എൻ ഹൃദയം പാപലോകത്തിൽ സഞ്ചരിച്ചു. കല്ലുപോലുള്ള എൻ ഹൃദയം പാപലോകത്തിൽ സഞ്ചരിച്ചു. കണ്ടില്ലെങ്ങുമൊരാശ്വാസമേ നൊന്തു നീറുന്നെൻ മാനസമേ. അന്ത്യനാളിത സമീപമാ സ്വന്തരാജ്യത്തിൽ ചേർന്നിടുവാൻ. അന്ത്യനാളിത സമീപമാ സ്വന്തരാജ്യത്തിൽ ചേർന്നിടുവാൻ. ചങ്കുപോലും തുറന്നെനിക്കായി രക്തം ധാരയായി ചിന്തിയോരേ. എന്റെ പാപമെല്ലാം വഹിച്ച പൊന്നുനാഥനെ വാഴ്ത്തിടുന്നു. എന്റെ പാപമെല്ലാം വഹിച്ച പൊന്നുനാഥനെ വാഴ്ത്തിടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഞാൻ ഇന്നത്തെ വെസ്പ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ശബദിൻ്റെ ഒരു സന്തോഷത്തെ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം വലിയവനായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നൽകി നമ്മളെ അനുഗ്രഹിച്ചു. അതിൻ്റെ നന്ദി സൂചകമായി ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം 19-ാം തീയതി നാളത്തെ ദിവ്യാരാധനയൊക്കെയും സഭകളിൽ യുവജനങ്ങളാണ് എടുക്കുന്നത്. കാരണം എല്ലാ വർഷത്തും മാർച്ച് മാസം 3-ാമത്തെ ശബദ് അല്ലെങ്കിൽ മാർച്ച് മാസത്തിലെ ഈ വർഷത്തിലെ 19-ാം തീയതി ഗ്ലോബൽ യൂത്ത് ഡേ ആയി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി യുവജനങ്ങൾ പല അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവരെ സഹായിക്കുകയും അവരോടൊപ്പം ആഹാരം കഴിക്കുകയും അവർക്ക് വേണ്ടി പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്യുന്നൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. നോർത്ത് കേരള സെക്ഷൻ്റെ യുവജന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പല സഭകളിലും ഇതുപോലെയുള്ളതായ ശുശ്രൂഷകൾ യുവജനങ്ങൾ ചെയ്തു വരുന്നു. ഇന്ന് നമ്മളോട് ദൂത് സംസാരിക്കുന്നത് നോർത്ത് കേരള സെക്ഷൻ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ പാസ്റ്റർ ലോറൻസ് അവർകളാണ്. അദ്ദേഹത്തെ ഇന്നത്തെ ആരാധനയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സന്ധ്യ ആരാധനയുടെ തുടർച്ചയായി നമുക്കെല്ലാവർക്കും നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 953-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. എളിയവനൊരു ദുർഗവും നീ കൊടും കാറ്റതിൽ ശരണവും നീ. അവൻ കഷ്ടമതിൽ ഒരു കോട്ടയും നീ ആശ്വാസത്തിൻ തണലും നീ. അവൻ കഷ്ടമതിൽ ഒരു കോട്ടയും നീ ആശ്വാസത്തിൻ തണലും നീ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. സർവ്വ
യുദ്ധവീരനും അവനല്ലയോ. സൈന്യനാഥനവൻ ജയരാജനവൻ യുദ്ധവീരനും അവനല്ലയോ. സ്ഥിരമാനസൻ കർത്തനിൽ ആശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. മുന്നോടിയായി യേശുപരൻ മൂലക്കല്ലായി സീയോനതിൽ വാസം ചെയ്തിടുമുന്നതനാമവനെ വാഞ്ചയോടു നാം കാത്തിരിക്കാം. വാസം ചെയ്തിടുമുന്നതനായവനെ വാഞ്ചയോടു നാം കാത്തിരിക്കാം. സ്ഥിരമാനസൻ കർത്തനിൽ ആശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും വാത്സല്യമേ സ്നേഹിക്കുന്നില്ല കർത്താവ്, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ തൃപ്പാദത്തിൽ കൂടുവാൻ അവിടെ ഇടയാക്കിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം വലിയവനായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച് ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അവിടെ ഇടയാക്കിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അവിടെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഇന്ന് അടിയങ്ങൾക്ക് ദൂത് നൽകുന്നതായ പാസ്റ്റർ ലോറൻസിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനിലൂടെ അടിയങ്ങളോട് അവിടെ നിന്ന് സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾക്ക് ആവശ്യമായ ഒരു അനുഗ്രഹപ്രദമായ ദൂത് പ്രിയ മകനിലൂടെ അടിയങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകിച്ച് കർത്താവെ നാളത്തെ ദിവ്യാരാധനയോടും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്താവെ യുവജനങ്ങൾ അങ്ങയുടെ ആരാധന നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ നയിക്കുന്നു. കർത്താവെ അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ ലവിങ് ദ ഫൊഗോട്ടൻ എന്ന തീമോടുകൂടി ഈ വർഷം ആഘോഷിക്കുന്ന യുവജനങ്ങളുടെ ദിവസം ഗ്ലോബൽ യൂത്ത് ഡേ, കർത്താവെ ആ ദിവസങ്ങളിൽ പ്രിയ മക്കൾ ചെയ്യുന്നതായ വലിയ പ്രവൃത്തികളെ അവിടുന്ന് മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ സമൂഹത്തിൽ മറന്നിരിക്കുന്നവരെ സഹായിക്കുവാനും അവരെ സ്നേഹിക്കുവാനും യുവജനങ്ങൾ അവരുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും കർത്താവെ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ കർത്താവെ അതൊക്കെയും അവരുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ച ഉണ്ടാകുവാൻ തക്കോടൊന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ. ഹാപ്പി ശബത്ത്. ആഗോള വ്യാപകമായി മാർച്ച് 19 നടക്കുന്ന ഗ്ലോബൽ യൂത്ത് ഡേയുടെ അനുബന്ധിച്ചാണ് ഇന്ന് ഈ വെസ്പർ മീറ്റിങ്ങും ഞങ്ങൾ യുവജനങ്ങളെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ശരിക്കും 19-ാം തീയതി ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളത് നേരത്തെ തന്നെ മുൻകൂട്ടി, പ്രത്യേകിച്ച് നോർത്ത് കേരള സെക്ഷൻ്റെ കീഴിലുള്ള തൃശ്ശൂർ സെൻട്രൽ ചർച്ച് അവിടുത്തെ യുവജനങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ ഒരു ഓർഫനേജിൽ പോവുകയുണ്ടായി. അന്നത്തെ ഉച്ചഭക്ഷണം നൽകിയത് തൃശ്ശൂർ സെൻട്രൽ ചർച്ചിലെ യുവജനങ്ങളാണ്. അവർക്കതുപോലെ തന്നെ തോർത്ത്, സോപ്പ്, ബ്രഷ്, ടൂത്ത് ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ അമ്മച്ചിമാർക്ക് കൊടുക്കുവാൻ സാധിച്ചു. കുഞ്ഞുങ്ങൾ അവിടെ ആക്ഷൻ സോങ് നടത്തി. ആക്ഷൻ സോങ് പാടുകയും ഇതെല്ലാം ചെയ്തപ്പോൾ അവിടുത്തെ അമ്മച്ചിമാർക്കെല്ലാം ഭയങ്കര വിഷമം തോന്നി. അവർ കുഞ്ഞുങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ഒരു നല്ല അനുഭവമായിരുന്നു. അതിനുശേഷം തിരുവല്ലാമല ചർച്ചിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ യുവജനങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഓർഫനേജിൽ പോവുകയുണ്ടായി. അവിടെ ഏകദേശം 120 അന്തേവാസികൾ. കാര്യങ്ങളെന്ന് വെച്ചാൽ വലിയ പ്രായമുള്ളവരാണ്, പക്ഷേ അവർക്ക് വളർച്ച ഇല്ല. ഇപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അവിടെ ഞങ്ങൾ പോകുവാനും അന്ന് ഏകദേശം 3-4 മണിക്കൂർ അവിടുത്തെ ശരിക്കും അവരെ കുഞ്ഞുങ്ങളെന്നാണ് പറയുന്നത്, കുഞ്ഞുങ്ങളുമൊത്ത് ഞങ്ങൾക്ക്
സമയം ചെലവഴിക്കുവാൻ സാധിച്ചു. അവർക്ക് അന്നത്തെ ഫുഡ് കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ അവർക്ക് വിളമ്പിക്കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് കുറച്ച് ആക്ഷൻ സോങ് എല്ലാം പഠിപ്പിച്ചു. അവരും കൂടെ പാടുകയും നല്ല ഒരു സന്തോഷമുള്ള സമയമായിരുന്നു. അതുപോലെ ഒറ്റപ്പാലം ചർച്ചും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഈ ഫ്രൈഡേയിലാണ് ഓർഫനേജിൽ പോകുന്നത്. ഞങ്ങൾക്ക് ഏകദേശം 300-350 ടീഷർട്ട് ഞങ്ങളുടെ സെക്ഷൻ മുഖാന്തരം ഞങ്ങളുടെ യുവജനങ്ങൾക്ക് നൽകുവാൻ സാധിച്ചു. അതിൻ്റെ ശരിക്കുള്ള വില 150 ആണെങ്കിലും സെക്ഷൻ ഞങ്ങളുടെ യുവജനങ്ങൾക്ക് 50 രൂപയ്ക്ക് നൽകുകയുണ്ടായി. അതുകൊണ്ട് പ്രത്യേകിച്ച് നോർത്ത് കേരള സെക്ഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഏകദേശം ഒരു ടീഷർട്ടിന് 150 രൂപയാണ്. സെക്ഷൻ നിന്നും 100 രൂപ ലഭിക്കുകയുണ്ടായി. 50 രൂപ മാത്രമേ ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. അതിന് സഹകരിച്ച ഞങ്ങളുടെ നോർത്ത് കേരള സെക്ഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ദൈവം യുവജനങ്ങളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം, അന്ത്യനാളുകളിൽ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ നല്ല രീതിയിൽ അവരെ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള യുവജനങ്ങളെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സത്യം വിശ്വസിക്കാൻ അവരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായി അവരെ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ മറ്റുള്ള യുവജനങ്ങളെ സഹായിക്കുന്ന ഒരു യൂത്തായിരിക്കണം. അതുപോലെ അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് മാത്രമേ ദൈവത്തിൻ്റെ വചനം നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് നൽകുവാനും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അവർ എവിടെ ജോലി നോക്കിയാലും, അവർ ഏത് ജോലി ചെയ്താലും, ഏത് സ്ഥലത്തായിരുന്നാലും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന യുവജനങ്ങളായി നമ്മൾ അവരെ റെഡിയാക്കിയെടുക്കണം. കർത്താവിന് വേണ്ടി എങ്ങനെ വേല ചെയ്യാം എന്ന് യുവജനങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. ആത്മാക്കളെ നേടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുക. വഴിതെറ്റിപ്പോകുന്ന യുവജനങ്ങളെ ശരിക്കുള്ള വഴിയിൽ എങ്ങനെ വരണം എന്നവരെ പഠിപ്പിക്കുക. ശരിയായിട്ടുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ യുവജനങ്ങൾക്ക് ദൈവവേല ചെയ്യുവാൻ സാധിക്കും. ദാനിയേലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദാനിയേൽ തൻ്റെ യൗവനകാലത്ത് തൻ്റെ ഭവനത്തിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ദാനിയേൽ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവനത് ഉപയോഗിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ദാനിയേൽ ഒരു ദൈവവിശ്വാസിയായതുകൊണ്ട് അവനായിരുന്ന സ്ഥലത്ത് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെ മുമ്പിലും നീതി നടത്തപ്പെടുന്ന അവരുടെ കൂട്ടത്തിലും, അല്ലെങ്കിൽ പറഞ്ഞാൽ റോയൽ കോർട്സിലും രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദാനിയേലിന് സാധിച്ചു. അപ്പോസ്തലനായ പൗലോസ് ചെറുപ്പക്കാരനായ തീമോത്തിയോസിനെ തിരഞ്ഞെടുത്തു.
തീമത്യോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു സത്യസന്ധനായ ഒരു യുവാവായിരുന്നു. അതുകൊണ്ട് ഒരു സത്യസന്ധനായ യുവാവ് ആയതുകൊണ്ട് പൗലോസ് അവനെ തിരഞ്ഞെടുത്തു. അവനോടുകൂടെ ജോലി ചെയ്യുവാനും പൗലോസിനോടുകൂടെ യാത്ര ചെയ്യുവാനും ഈ ചെറുപ്പക്കാരനായ ഈ യൂത്തായ തീമത്യോസിനെ അവിടെ ഉപയോഗിച്ചു. തീമത്യോസ് ഒരു ടീച്ചറായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ തീമത്യോസ് ഒരു യൂത്തായിരുന്നു, ഒരു യുവാവായിരുന്നു. ദാനിയേലിൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ they were youth when they were in the king's palace, tested by the king. രാജാവ് അവരെ പരീക്ഷണം നടത്തിയപ്പോൾ അല്ലെങ്കിൽ പരീക്ഷിച്ചപ്പോൾ ആ സമയത്ത് അവർ യുവാക്കളായിരുന്നു. ജോസഫിനെ അടിമയായിട്ട് വിൽക്കുമ്പോൾ ജോസഫ് ഒരു യുവാവായിരുന്നു, ഒരു യൂത്തായിരുന്നു. ജോസഫ് ഒരു വിശ്വസ്തനായിരുന്നു, സത്യസന്ധനായിരുന്നു. ഇടയ്ക്കൊക്കെ യോസഫിന് ഉപദ്രവങ്ങൾ കിട്ടിയെങ്കിലും ലാസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ അവനൊരു പ്രധാനമന്ത്രിയായി. യൗവനകാലത്ത് കിട്ടിയ ആ ട്രെയിനിങ് ജോസഫിനെ പ്രധാനമന്ത്രിയാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ തീമത്യോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലുസ്ത്രാസ്ത ദേശി, അപ്പോസ്തല പ്രവൃത്തികൾ 6-ാമത്തെ അധ്യായം 16-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 16:1 ഇപ്രകാരം പറയുന്നു. അതുപോലെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവൻ്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയും പിതാവ് യവനനുമായിരുന്നു. മാതാവിൻ്റെ പേര് യുനീക്ക. അതുപോലെ തന്നെ തീമത്യോസിൻ്റെ വലിയമ്മയുടെ പേര് ലോവിസ്. പൗലോസ് മുഖേനയാണ് ഇവർ ക്രിസ്ത്യാനികൾ ആയത്. പൗലോസിൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ സഹപ്രവർത്തകനായി പുറപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു തീമത്യോസ്. പരിശുദ്ധാത്മാ സാക്ഷ്യത്താൽ ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൗലോസും മറ്റ് മൂപ്പന്മാരും തലയിൽ കൈവച്ച് തീമത്യോസിനെ തൻ്റെ വേലയ്ക്കായി വേർതിരിച്ചു. പൗലോസിനോട് കൂടെ പോയ തീമത്യോസ് ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചത് ഇപ്രകാരമായിരുന്നു: ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏകമധ്യസ്ഥൻ ക്രിസ്തുവാണ്. പ്രകാരം പ്രസംഗിച്ചത് എന്താണ്? ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ അവനെ എടുക്കപ്പെട്ടു. ആത്മീയ ശക്തിയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടം ക്രിസ്തുവാണ് എന്ന് നല്ല രീതിയിൽ പ്രസംഗിക്കുവാൻ, മനസ്സിലാക്കി കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ തീമത്യോസിന് സാധിച്ചു. ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ അല്ലെങ്കിൽ തന്നെ മറുവിലയായി നൽകി സകല മനുഷ്യരെയും പ്രത്യേകിച്ച് വിശ്വാസികളുടെയും രക്ഷകൻ ക്രിസ്തു തന്നെ എന്ന്
തീമോഥെയോസ് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1 തീമോഥെയോസ് 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പ്രകാരം വായിക്കുന്നു: ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. യൗവനം എന്ന് പറഞ്ഞാൽ തിക്ക് ഫോറസ്റ്റ്, ഭയങ്കരമായിട്ടുള്ള കാട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിക്ക് ഫോറസ്റ്റ്, യൗവനം. ശാസ്ത്രം പറയുന്നത് എക്സ്പ്ലോസിങ് ഏജ്, അതായത് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായമാണ് യൗവനം. റൈറ്റ് ഡിസിഷൻ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ് യൗവനം, യൂത്ത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ഇവിടെ ഏകദേശം 5 കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക. 1-ാമത്തെ വാക്യം നമ്മൾ വാക്കെടുക്കുമ്പോൾ വാക്കിലും, വേർഡ്സ്, നമ്മുടെ വാക്ക്, നമ്മുടെ സംസാരം എപ്രകാരമായിരിക്കണം? സോഫ്റ്റായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കണം നമ്മുടെ വാക്കുകൾ. നമ്മൾ ഇൻ്റർവ്യൂസിനെല്ലാം പോകുമ്പോൾ, പല ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നമ്മുടെ സംസാരം അവർ ശ്രദ്ധിക്കും. നമ്മൾ കയറി വരുന്നത് മുതൽ ഇറങ്ങി പോകുന്നത് വരെയുള്ള സമയങ്ങൾ നമ്മുടെ നീക്കം എല്ലാം അവർ ശ്രദ്ധിക്കും. നമ്മുടെ സംസാരം, നമ്മുടെ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ നല്ല ക്ലിയർ ആയിരിക്കണം. ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരെക്കുറിച്ച് പറയും, അവനെ ഇച്ചിരി ഓവറാണ്, എന്താ പറയുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല, ആവശ്യമില്ലാതെ അങ്ങ് സംസാരിക്കുകയാണ്. ഏത് സമയത്തും എപ്പോഴും അവന് സംസാരിക്കുവാൻ വാക്കുകളുണ്ട്. വെറുതെ സംസാരിക്കും, ആവശ്യമില്ലാതെ കയറി സംസാരിക്കും. ഇവിടെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ആ പുള്ളി ഇച്ചിരി ഓവറാണെന്ന് പറയാറുണ്ട്. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 19:20, യൗവനക്കാരൻ അവനോട് ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു. നമ്മൾ ആ സന്ദർഭം നമ്മൾ നോക്കുമ്പോൾ വൺ ഓഫ് ദി യൂത്ത്, ഒരു യൗവനക്കാരൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്നു, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ഒരു യൗവനക്കാരൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ഉടനെ യേശുക്രിസ്തു അവനോട് പറഞ്ഞു, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക. കൽപ്പനയൊക്കെ ഞാൻ പ്രമാണിക്കുന്നുണ്ട്. ഏത് കൽപ്പനയാണ്? എല്ലാ കൽപ്പനയും എനിക്ക് കാണാതെ അറിയാം. എല്ലാ കൽപ്പനയും എനിക്ക് കാണാതെ അറിയാം. എല്ലാ കൽപ്പനയും ഞാൻ ചെറുതിലെ തന്നെ പ്രമാണിക്കുന്നുണ്ട്. എനിക്കിത് മൊത്തവും കാണാതെ അറിയാം. ഇനി എന്താ കുറവുള്ളത് എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഉടനെ യേശു പറഞ്ഞു, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നു. അവന് എന്താണ്, അവനുള്ള കാര്യങ്ങളൊക്കെ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അവന് ഭയങ്കര വിഷമമാണ്. ഇത് നടക്കുന്ന കാര്യമല്ല എന്ന്
അവൻ ചിന്തിച്ചുകൊണ്ട് അവന് പിന്നെ അവനെന്താണ്, നിത്യജീവനും വേണ്ട, ഒന്നും വേണ്ട, അവനവിടെ നിന്ന് സ്ഥലം വിടുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ അല്ലേ, കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിച്ചതാണ്, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? അവന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിത്യജീവൻ അവന് ആവശ്യമുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞ കാര്യം അവന് ചെയ്യുവാൻ വയ്യ. അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നുകൊണ്ട് അവൻ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും, രണ്ടാമതെന്താണ്, നടപ്പിലും. നടക്കുന്ന കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ എവിടെയൊക്കെ പോകുന്നു? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, ചെറു കാലുകളെ സൂക്ഷിച്ചുകൊൾ, നിങ്ങൾ പോയിടുന്നത് എവിടെല്ലാം, ഉയരത്തിൽ വസിക്കും ദൈവം കാണുന്നുണ്ട് ഇപ്പോൾ, ചെറു കാലുകളെ സൂക്ഷിച്ചു. ഇവിടെ നമ്മൾ ആരോടുകൂടെ നടക്കണം? വാക്ക് വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടെ നടക്കണം. ചെറിയ കോറസൊക്കെ പറയുന്നുണ്ട്, വാക്ക് 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 ഇൻ ദ ലൈറ്റ്, വെളിച്ചത്തിൽ നമ്മൾ നടക്കുക. പിന്നെ വേറൊരു പാട്ട് പറയുന്നുണ്ട്, വാക്കിംഗ് വിത്ത് ജീസസ്, യേശുവിനോട് കൂടെ നടക്കുക. വാക്കിംഗ് എവറി ഡേ, വാക്കിംഗ് ഓൾ ദ വേ. നമ്മൾ യേശുവിനോട് കൂടെ എല്ലാ ദിവസവും നടക്കുക. ഹാനോക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാനോക്ക് ഏകദേശം 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമ്മൾ നടക്കണം. നമ്മുടെ നടപ്പ് വിശ്വാസത്താലുള്ള ഒരു നടപ്പായിരിക്കണം. നമ്മൾ സത്യത്തിൽ നടക്കണം. സങ്കീർത്തനങ്ങളിൽ വേറൊരു വാക്യം പറയുന്നത്, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മെ നല്ല രീതിയിൽ നയിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നടക്കണം. ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുന്നുണ്ട്, സ്നേഹത്തിൽ നടക്കുവിൻ. എന്നെ നടത്തുന്നത് എന്താണ്? നീതിപാതകളിൽ നടത്തുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്താണ്? ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും നമ്മുടെ വാക്കുകൾ, നമ്മുടെ നടപ്പ്, നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും 3-ാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും. സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. മാലാഖമാരുടെ ഭാഷ അറിഞ്ഞാലും മാനവരോടൊത്ത് ജീവിച്ചാലും സ്നേഹമില്ലെങ്കിൽ എന്താണ്? എല്ലാം ശൂന്യമാണ്. നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. സദർശവാക്യത്തിൽ 10-ാമത്തെ അധ്യായം 12 സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. സകല ലംഘനങ്ങളെയും മൂടുന്നു. എന്താണ് സ്നേഹം? നമ്മളിൽ സ്നേഹമുണ്ടെങ്കിൽ ആത്മീയ വർധന ഉണ്ടാവും. ദൈവത്തിൻ്റെ വചന ഇപ്രകാരം നമ്മളെ മനസ്സിലാക്കിക്കുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അന്യോന്യം സ്നേഹിക്കുവിൻ. അതുപോലെ തന്നെ സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു. വലിയ സ്നേഹം നമ്മൾ എവിടാണ് കണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹം നമ്മൾ എവിടെ കണ്ടു? കാൽവറി മലയിൽ അല്ലെങ്കിൽ കാൽവറി ക്രൂശിൽ നമ്മൾ കണ്ടു.
ഓക്കെ, 4-ാമത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും പിന്നെന്താണ്, സ്നേഹത്തിലും വിശ്വാസത്തിലും. 4-ാമത്തെ കാര്യം വിശ്വാസം. എബ്രായർ 11-ാമത്തെ അധ്യായം 1 പ്രകാരം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഫെയ്ത്ത് ചാപ്റ്റർ എന്നാണ് എബ്രായർ 11-ാമത്തെ അധ്യായത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ചിന്ത നമ്മളിലുണ്ടായിരിക്കണം. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പള്ളിപ്രമാണിയായ യായിറോസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലാണ്, നീ വന്ന് അവളുടെ മേലിലൊന്ന് തൊട്ടാൽ മതി, അല്ലെങ്കിൽ കൈവച്ചാൽ മതി, അവൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് പുരുഷാരം ഭയങ്കര തിക്കിയും തിരക്ക് നടക്കുന്ന ആ സമയമാണ്. ഈ സമയത്ത് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന് വരുവാൻ സാധിച്ചില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഭയങ്കര തിക്കും തിരക്കുമായിട്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം 12 സംവത്സരം രക്തസ്രാവം ആയ സ്ത്രീ അതിൻ്റെ ഇടയിൽ നിന്ന് അവർ പല വൈദ്യന്മാരെയും കണ്ടു, പല സ്ഥലങ്ങളിലും പോയി, ഒരുപാട് പൈസ ചിലവായി, എന്നിട്ടൊന്നും ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് അവൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടത്. എങ്ങനെയെങ്കിലും എനിക്ക് ചെന്ന് ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ ചെന്ന്, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈ ആൾക്കാർ കൂടുന്നിടത്തൊന്നും പോകുവാൻ സാധ്യമല്ല, ശരിയല്ല, അത് കണ്ടാൽ അത് കുഴപ്പമാണ്, അല്ല അറിഞ്ഞാൽ പ്രശ്നമാണ്, അതവർക്കറിയാം. എന്നാൽ അവർ പേടിച്ച് എന്തോലും ആയിക്കോട്ടെ, എനിക്ക് കർത്താവിൻ്റെ ആ തുണിയുടെ തൊങ്കലിലൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ സ്ത്രീ എന്ത് ചെയ്തു, ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് ക്രിസ്തുവിൻ്റെ ഡ്രസ്സിലൊന്ന് തൊട്ടു. കർത്താവിൻ്റെ ആ തുണിയുടെ ആ തൊങ്ങലിൽ തൊട്ടപ്പോഴേ അവൾക്ക് എന്തൊന്നില്ലാത്ത എന്തോ ഒരു വ്യത്യാസം ഉണ്ടായി. അവൾക്ക് വ്യത്യാസം ഉണ്ടായത് മാത്രമല്ല, കർത്താവ് അതറിഞ്ഞു. ഉടനെ തൻ്റെ ശിഷ്യന്മാരെല്ലാവരും നിൽക്കുകയാണ്, ആൾക്കാരെല്ലാം കൂടി നിൽക്കുകയാണ്, ഭയങ്കര തിക്കും തിരക്കുമാണ്. ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത്? എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആരെന്ന് ചോദിച്ചു. ഉടനെ ശിഷ്യന്മാർ പറയാണ്, ഇവിടെ പുരുഷാരം വന്ന് ഭയങ്കര തിക്കും തിരക്കുമാണ്, ആരാണ് തൊട്ടതെന്ന് ഒന്നും മനസ്സിലാവത്തില്ല, ഭയങ്കര തിരക്കാണ്, ഇതിൻ്റെ ഇടയിൽ ആര് തൊട്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും? ഉടനെ യേശുക്രിസ്തുവിനെ നോക്കിയപ്പോൾ അപ്പുറത്ത് മാറി ഒരു സ്ത്രീ ശരിക്കും പേടിച്ച് വിറച്ച് നിന്നുകൊണ്ട് അവർ കർത്താവിനോട് കാര്യം പറഞ്ഞു. ഏകദേശം 12 സംവത്സരം രക്തസ്രാവം പിടിച്ച വ്യക്തിയാണ് ഞാൻ. കർത്താവിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വൈദ്യന്മാരുടെ അടുത്ത് പോയി, ഒരുപാട് പൈസ ചിലവായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യേശുവിനെക്കുറിച്ച് കേട്ടത്. ഞാൻ ഈ സ്ഥലത്ത് വരാൻ പാടില്ല, സംഭവം ശരിയാണ്, ഒരു വിറച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് തൊട്ടു, എനിക്ക് അനുഗ്രഹം ലഭിച്ചു. ഉടനെ യേശു പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക, നിന്നിലുള്ള ബാധ എല്ലാം പോയി, നീ ഇനി സ്വസ്ഥമായിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് 2-3 ആൾക്കാർ ഓടി വന്ന് പറഞ്ഞു, ഓഹോ, ഇനി യേശുവിനൊക്കെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നിൻ്റെ മകള് മരിച്ചുപോയി, നീ പോരെ, നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം
ഉടനെ യേശു അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഉടനെ പത്രോസും യാക്കോബും യോഹന്നാനും യേശു ക്രിസ്തുവും കൂടെ അവരുടെ കൂടെ പോയി. അവരുടെ ഭവനത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര കൂട്ടക്കരച്ചിലാണ്, ഭയങ്കര ബഹളം നടക്കുന്നു. ഉടനെ യേശു പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല, ഷീ ഈസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയാണ്. അവൾ ഉടനെ മാതാവിനെയും പിതാവിനെയും ഈ ശിഷ്യന്മാരെ 3 പേരും കൂടെ വിളിച്ച് യേശു എന്ത് ചെയ്തു? ആ മുറിക്കകത്തോട്ട് കയറി ആ ബാലയുടെ കൈ പിടിച്ചു. ആ ബാലയുടെ കൈ പിടിച്ച്, ബാല എഴുന്നേൽക്ക. ഏകദേശം 12 വയസ്സുള്ള ആ കുഞ്ഞ് ചാടി എണീറ്റു. അവർക്ക് യേശു പറഞ്ഞു, കഴിക്കുവാൻ വല്ലതും കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഏകദേശം 5 കാര്യങ്ങളാണ്. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിലെ നരനായി, ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹാരകിലവും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. കലിശുതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സരരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങളുണർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാൻ. നിങ്ങളുണർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാൻ. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ഗ്ലോബൽ യൂത്ത് ഡേയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ അവിടെ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. നമ്മുടെ യൗവനം തുച്ഛീകരിക്കാതിരിക്കാൻ കർത്താവെ, ഞങ്ങൾ ദൈവത്തിൽ കൂടുതൽ അടുത്ത് ജീവിക്കുവാനും ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നടപ്പിലും ഞങ്ങളുടെ
എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ വാക്കുകൾ കർത്താവെ, ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് യുവജനങ്ങളെ ഞങ്ങൾ അങ്ങേൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, നല്ല രീതിയിൽ പഠിച്ച് മിടുക്കരായി വളർന്നു വരുവാനും നല്ല രീതിയിൽ പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കുവാനും ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുത്തുവാനും അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നോർത്ത് കേരള സെക്ഷൻ്റെ എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ അങ്ങേൽ ഫലമേൽപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ അങ്ങേൽ ഫലമേൽപ്പിക്കുന്നു. അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ അവിടെ ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങൾ വളർന്നു വന്ന ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദൈവസഭയെ നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ കുഞ്ഞുങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവമോത്തോടുന്ന് എടുക്കണമേ. കർത്താവെ, നാളെ നടക്കുന്ന ഗ്ലോബൽ യൂത്ത് ഡേയും ഗ്ലോബൽ ചിൽഡ്രൻസ് ഡേയും ഞങ്ങൾ അങ്ങേൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനേക ഓർഫനേജിൽ പോകുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുവല്ലോ കർത്താവെ. അവർ അതിന് ആ നല്ല മനസ്സവിടെ നൽകിയതിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ പാസ്റ്റർമാരെയും ഞങ്ങൾ അങ്ങേൽ ഫലമേൽപ്പിക്കുന്നു. അവർ കുഞ്ഞുങ്ങളോട് കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ അവിടെ നിന്ന് ബലപ്പെടുത്തിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാവം കടങ്ങളോടൊന്ന് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും സൂക്ഷിപ്പും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കർത്താവിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാ മക്കളോടും കർത്താവിൻ്റെ വരവോളം അവിടെ നിന്നുണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ.